ഈ രാഹുൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആ കൊച്ചൻ എന്നെ വന്ന് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. ഞാൻ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു ഇതിനകത്ത് വല്ല വാസ്തവം ഉണ്ടോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഒരു വാസ്തവമില്ല, അച്ഛൻ ഇതിനകത്ത് ഇടപെടേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇടപെട്ടിട്ടില്ല. ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. 17 വർഷം പ്രാവശ്യം കണ്ടെന്നൊക്കെ പറയുന്നത് അവർ എനിക്കറിഞ്ഞൂടെ എന്താ പറയുന്നത്. എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ള നേരാണ്. ഈ കണ്ടതനുസരിച്ച് ഇതുപോലെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല, പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ ഈ ദുബായ് കോടതിയിൽ വീണ്ടും രാഹുൽ കൃഷ്ണ സമീപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ദുബായിൽ കേസ് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോൻ്റെ ചോദിച്ചവൻ പറഞ്ഞ് അവന് 3 വർഷമായി ഇന്ന് പോരുന്നിട്ട്. അതിനുശേഷം അങ്ങാണ്ട് ദുബായ് കോടതിയിൽ കേസ് കൊടുത്ത് ഇതിനെ എക്സ്പാർട്ട് വിധിയായെന്ന് പറയുന്നത്. അതിനെതിരായിട്ട് ഇപ്പം അറിഞ്ഞപ്പോൾ അവന് നോട്ടീസൊന്നും വന്നിട്ടില്ലായിരുന്നു. അവന് മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം അറിഞ്ഞപ്പോൾ അവന് അവിടെ ഇനി അതിൻ്റെ മേളിൽ അപ്പീൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ട്. അത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇത്തരത്തിൽ. ഞാനിത് പറയുമ്പം ഇത് ഞാൻ MLA ഒക്കെ ആവുന്നതിന് മുമ്പേ ഉള്ള പ്രശ്നങ്ങളാണ്. ആ പയ്യൻ വന്നതൊക്കെ അതിന് മുമ്പാണ്. അപ്പോൾ ഈ MLA ആയതിനു ശേഷം ഈ മാവേലിക്കര കോടതിയിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിധി ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കേസിൻ്റെ വിധി അനുസരിച്ച് പ്രതി ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അപരാധി എന്നെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ നിരപരാധി എന്നെങ്കിൽ വെറുതെ വിടുകയോ ചെയ്തു. ഇതൊക്കെ അവർ കോടതി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാനെന്തായാലും ശരി ഇതിനകത്ത് യാതൊരു കാരണവശാലും ഒരു കാര്യവും ചെയ്തിട്ടുമില്ല, ഇടപെട്ടിട്ടുമില്ല. മറ്റു രീതിയിൽ നിയമപരമായി തന്നെ നേരിടും. നിയമപരമായിട്ട് ഞാൻ നേരിടുന്നതല്ല. അവർ പ്രായപൂർത്തിയായിരുന്നു. നിങ്ങളൊക്കെ പ്രായപൂർത്തിയായിരുന്നു. നിങ്ങളൊക്കെ അച്ഛനും അമ്മയൊക്കെ ഒരു പരിധിവരെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പ്രായപൂർത്തിയായ മക്കളെന്നുള്ള നിലയിൽ അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ നടക്കാനും പോകും. രാഹുൽ കൃഷ്ണനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഈ 17 പ്രാവശ്യം കണ്ടെന്നാണ് രാഹുൽ കൃഷ്ണ പറയുന്നത്. എന്നെ 17 പ്രാവശ്യം ചിലപ്പോൾ രാഹുൽ കൃഷ്ണ കണ്ടു കാണും. ഈ കാര്യമായിട്ട് 17 പ്രാവശ്യം കണ്ടെന്ന് വർത്തമാനം പറയാൻ വന്നിട്ടില്ല. ചിലപ്പോൾ രാഹുൽ കൃഷ്ണ ഞാനിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം പൊതുപ്രവർത്തനമാകുമ്പോൾ രാഹുൽ കൃഷ്ണൻ എന്നെ കണ്ടു കാണുമായിരിക്കും. പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മോനുമായിട്ട് സമീപിച്ച് തീർത്തോളം പറഞ്ഞതാണ്. മോനുമായിട്ട് ബന്ധപ്പെട്ട് തീർത്തോളം പറഞ്ഞതാണ്. എൻ്റെ മോൻ ഇതാ പറയുന്നത്, അതുകൊണ്ട് അയാളുമായിട്ട് ബന്ധപ്പെട്ട് തീർത്തു എന്നാ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ മോൻ പറഞ്ഞതനുസരിച്ച് അതാണ് ഞാൻ വിശ്വസിച്ചത്. എനിക്കറിയത്തില്ല. 10 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് വളരെ പുഷ്പം പോലെ പറയും. 10 കോടി രൂപ ഒക്കെ ഒരു ചെക്കിനകത്ത് എഴുതി ഇങ്ങനെ പണം കൊടുത്തെന്നും ഈ 10 കോടി രൂപ മേടിച്ചെന്നും ഒക്കെ പറയുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് അച്ഛൻ്റെ ബിസിനസ് ഞങ്ങൾ കുടുംബപരമായിട്ട് ചെയ്ത് ജീവിക്കുന്നതാണ് ഞങ്ങൾ. അച്ഛൻ്റെ ആ സ്മരണ നിലനിർത്താൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേറെ ബിസിനസ്സൊന്നുമില്ല. എൻ്റെ കുടുംബപരമായിട്ടുള്ള ബിസിനസ് ഇപ്പോഴും നടക്കുന്നത്. അത് കോടതിയിലാണ് തെളിയട്ടെ. നമുക്കിപ്പം ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ? കോടതി തെളിയിക്കട്ടെ. കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും ശരി, ആ കോടതിയുടെ തീരുമാനങ്ങൾ എന്തായാലും നമ്മൾ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനല്ല. അത് അംഗീകരിക്കുക എന്നുള്ളതല്ല, വേറൊന്നുമില്ല. അതാണ് നമ്മുടെ ഒരു വിശ്വാസവും എൻ്റെ ഒരു പ്രതികരണവും. ഞാൻ പിന്നെ 19 വർഷം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. എനിക്ക് ബിസിനസ്സിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ അച്ഛൻ മരിക്കുന്ന കാലത്തൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്തു. അന്നൊക്കെ എന്നെ മറ്റു രീതിയിലില്ലാതെ പല ബാങ്കിലെ ബാധ്യതകളുണ്ടായിരുന്നു, പല വ്യക്തികളുടെ ബാധ്യതകളുണ്ടായിരുന്നു. ഇതെല്ലാം അന്ന് ഓരോ സ്ഥലത്തും പോയി ബുദ്ധിമുട്ടിക്കാതെ ചെയ്തു തന്ന് എൻ്റെ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ബേബി ജോൺ പറയുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്നും ഞാൻ സ്നേഹിക്കുന്നു. അദ്ദേഹമൊക്കെ അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് അതെല്ലാം ഞങ്ങൾക്ക് തവണ മേടിച്ച് തരികയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ബിസിനസ്സിലൊക്കെ ഇത് സത്യസന്ധമായിട്ട് കൊല്ലത്തിൽ പോകുന്നവരാണ്. അല്ലാതെ ഞാനിതൊന്നും കവളതമായിട്ട് ചെയ്തിട്ടില്ല, മനുഷ്യനെ വഞ്ചിച്ചിട്ടില്ല. പൊതുപ്രവർത്തനം നടത്തുന്ന 50 വർഷമായി. ഇന്നും ആ പൊതുപ്രവർത്തനം അതുപോലെ തന്നെ നടത്തുന്നു. വലിയ രീതിയിൽ മറ്റു രീതിയിലൊരു അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല.